ಏನ್ರಿ ರಾಯ್ರೆ ಬೆಳಿಗ್ಗೆ ಗೌಡೆ ಬಂದನ? ಇಲ್ಲ. ಬಂದ್ರೆ ನನ್ನ ಮನೆಗೆ ಬರೋದು ಕೇಳು. ಸರಿ. മറന്നുവിടಬೇಡ. ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടാവും അച്ഛാ? അധികമില്ല, ഒരു 3 മണിക്കൂർ യാത്ര വരും. ജോലി കിട്ടുമായിരിക്കല്ലേ? കിട്ടണം. നേരാമണ്ണ ആപ്ലിക്കേഷൻ അയച്ചിട്ട് കിട്ടാഞ്ഞോണ്ടല്ലേ നേരിട്ടെല്ലാം അടിയോടി പറഞ്ഞത്. പിന്നെ അടിയോടിയുടെ ഒരു ബന്ധമുണ്ടല്ലോ അവിടെ. നല്ല സ്ട്രോങ് കാപ്പി. ഉടുപ്പി ബ്രാഹ്മിൻസിന്റെ അല്ലേ? കാപ്പിയുടെ കാര്യത്തിൽ ഇവരെ കഴിഞ്ഞേ ഉള്ള ആരും. ഇത് കുറെ നേരമായാലും ആറ്റിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ഇതങ്ങ് കഴിച്ചൂടെ? കഴിക്കണം. പിന്നെന്താ ഒരു പ്രശ്നം പോലെ? വയറിന് നല്ല സുഖമില്ലേ? നല്ല സുഖമില്ല. എന്തു പറ്റി? ഞാൻ ഈ പേഴ്സ് ഇവിടെ വെക്കാറുള്ളതേ, അതാരോ പോക്കറ്റ് അടിച്ച്. മണി 10 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബസ് സ്റ്റാൻഡിൽ ഒരു ഈച്ച പോലും ഇല്ല. കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ ഒരു ടാക്സി പിടിച്ചു പോവായിരുന്നു. എന്നാലും അത് ആരാ അച്ഛന്റെ പോക്കറ്റ് അടിച്ചത്? അഡ്രസ്സും ഫോൺ നമ്പറും തന്നിട്ട് ആരെങ്കിലും പോക്കറ്റ് അടിക്കാറുണ്ടോ? ആ വഴികൾ ലോറിയും കാണും. കൈ കാണിച്ച് നോക്കിയാലോ? ഉറങ്ങല്ലേടാ? നീ ഉറങ്ങി, ഞാൻ ഉറങ്ങല്ലേ? നമ്മൾ ഉറങ്ങിയ ഡ്രൈവർ ഉറങ്ങും. അയാളാണ് 2 വീശിട്ടുണ്ട്. നല്ല മണം. ഓ ചേട്ടാ, നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? ಕೊಳ್ಳೇಗಳಿಂದ ನೇರಾಗಿ ಬರ್ತಾ ಇದ್ದೀನಿ, ಯಾಕೆ ಎದುರಿಸ್ತೀರಾ? ഞാൻ പറഞ്ഞില്ലേ കുടിച്ചിട്ടില്ല എന്ന്. എന്തായാലും നീ ഇരുന്ന് ഉറങ്ങണ്ട. എന്താമേ? അടിയോടി വന്ന് പറയുന്നു ബൂത്തി കുറെ നേരമായിട്ട് ഫോണ് ബെല്ലടിക്കുന്നു. ഈ നേരത്തോ? കമ്പനിയിൽ നിന്ന് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്ന വഴിയാ ഞാൻ. ഒരു തവണ കുറെ നേരം ബെല്ലടിച്ചു, കട്ടായി. വീണ്ടും കുറെ നേരം അടിച്ചു, പിന്നെയും കട്ടായി. 3ാമത് അടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ആ ടോർച്ചിങ് വരും. അമ്മ ഞാൻ പോയി നോക്കിട്ട് വന്നാലോ? ഹലോ ഏട്ടാ, ഞാൻ വിനയനാണ്. ഞങ്ങൾക്ക് മംഗലാപുരത്ത് നിന്നും ഒരു ലോറിയാണ് കിട്ടിയത്. ആ ലോറി ഒരു പാലത്തിൽ നിന്ന് മറിഞ്ഞു. ഡ്രൈവർ മരിച്ചു. ക്ലീനറെ അച്ഛനെയും കാണാനില്ല. വല്യേട്ടാ, ഒരു പോലീസ് ജീപ്പ് വന്നിരിക്കുന്നു. എന്താ? അറിയില്ല. അപകടം നടന്ന സ്ഥലത്ത് കഴിഞ്ഞ ഒരാഴ്ചയായി ഞാനുണ്ടായിരുന്നു. ഡ്രൈവറുടെ ബോഡി അന്നേ കിട്ടി. ക്ലീനറുടേത് ഇന്നലെ. അവർ തെരച്ചിൽ നിർത്തി. ആ പുഴയിൽ വീണാൽ ബോഡി കിട്ടാൻ പ്രയാസമാണത്രേ. അഴിമുഖം വളരെ അടുത്താണ്. ഇന്നേക്ക് 14 ദിവസം കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ കിട്ടിയാൽ തന്നെ ഇതൊക്കെ തെരച്ചിലുകാർക്ക് പുഴയിൽ നിന്നും കിട്ടിയതാണ്. അച്ഛൻ്റെതാണെങ്കിൽ ഇതിലൊന്ന് ഒപ്പിട്ട് തരണം. ഇത് വെറും ഒരു അനുശോചന യോഗമല്ല. കൃഷ്ണക്കുറുപ്പിന്റെ വേദനാനിർഭരമായ മരണത്തിൽ നമുക്കെല്ലാം ദുഃഖമുണ്ട്. ആ നല്ല മനുഷ്യൻ കൈപിടിച്ചുയർത്താൻ ശ്രമിച്ച ആ കുടുംബത്തെ ആവും വിധം സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് കുറുപ്പിന്റെ വീട്ടുകാർക്ക് സഹായധനമായി ഈ കമ്പനിയിലെ തൊഴിലാളികൾ ഒരു പണക്കിഴി നൽകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ പണക്കിഴി സമാഹരണത്തിന്റെ ഉദ്ഘാടനവും ഞാനിവിടെ നിർവഹിച്ചു കൊള്ളുന്നു. ഒക്കെ ഒരു യോഗ എന്നങ്ങോട്ട് വിചാരിക്കുക. എല്ലാം നന്നായി വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു അന്ത്യം അച്ഛനുണ്ടാവുന്ന ആരറിഞ്ഞു? അമ്മ എങ്ങനെയുണ്ട്? ഒരു മിണ്ടാട്ടവും ഇല്ല, കരയില്ല, ചിരിക്കില്ല. അങ്ങനെ പറയരുത്.
അതിനല്ല കുറുപ്പിന്റെ മൂത്ത മകനായി സുധാകരൻ ജനിച്ചത്. അമ്മയെ തിരിച്ചെടുക്കണം. പഴയ ഉല്ലാസം അമ്മയിൽ വീണ്ടെടുക്കണം. സത്യം പറഞ്ഞാൽ ചവിട്ട് നിന്ന മണ്ണ് വാർന്നു പോയവരാണ് എൻ്റെ അവസ്ഥ. വീട്ടിലെ സംഗതികൾ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. അച്ഛൻ്റെ ഒറ്റ വരുമാനം കൊണ്ടായിരുന്നു ഞങ്ങൾ ഇത്രയും പേർ ഇത്രയും കാലം. അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇനി സുധാകരൻ വേണം വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ. അമ്മിനിയുടെ കല്യാണം നടത്തണം, അമ്മയുടെ വേദന മാറ്റണം. ഉത്തരവാദിത്തങ്ങള് ഒരുപാടുണ്ട്. ഒരു കാര്യം പറയാൻ പറ്റൂ, ഇനി വൈകിക്കണ്ട. അച്ഛന് വേണ്ട കർമ്മങ്ങൾ ചെയ്യണം. ശാന്തി കിട്ടട്ടോ. അച്ഛന് മാത്രമല്ല, എല്ലാവർക്കും ശാന്തി കിട്ടട്ടെ.